സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളിൽ പൊതുജനങ്ങൾക്ക് നരകയാത്രയാണ്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കുത്തിപ്പൊളിച്ച ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ പുനഃസ്ഥാപിക്കാതെ വാട്ടർ അതോറിറ്റി. ആകെ 10,000 കിലോമീറ്റർ റോഡാണ് തകർന്നു കിടക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 10,000 കിലോമീറ്റർ. കുടിശ്ശിക കിട്ടാതെ കരാറുകാർ പണി നിർത്തിപ്പോയതാണ് പ്രതിസന്ധിക്ക് കാരണം. തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്തിലെ മറുകിൻ പെരുമനയിലെ ഒരു ഗ്രാമീണ റോഡാണ് ഈ കാണുന്നത്. വൃത്തിയായി കോൺക്രീറ്റ് ചെയ്ത് സൂക്ഷിച്ച റോഡായിരുന്നു. ഒരു വർഷം മുൻപ് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ചതാണ്. പിന്നീട് ഇത് പുനഃസ്ഥാപിച്ചില്ല. സാധാരണ വാഹനങ്ങൾ കടന്നുപോയിരുന്ന ഈ റോഡിൽ ഇപ്പോൾ നടക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ്. ജലജീവൻ മിഷൻ്റെ ഭാഗമായി അവർ വന്ന് JCB ഉപയോഗിച്ച് തോണ്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതായി മാറി. ഇത് തീർച്ചയായിട്ടും ഗർഭിണികളും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളും ഒക്കെ നടന്നു പോകുന്ന വഴിയാണ്. അവർക്ക് പറ്റുന്നില്ല. ഇതൊരു ഉദാഹരണം മാത്രം. സംസ്ഥാനത്താകെ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി 51,000 കിലോമീറ്റർ റോഡുകളാണ് കുത്തിപ്പൊളിച്ചത്. പുനഃസ്ഥാപിച്ചതാകട്ടെ 41,100 കിലോമീറ്റർ. 9,900 കിലോമീറ്റർ റോഡുകൾ കുണ്ടും കുഴിയുമായി ഇപ്പോഴും തകർന്നു കിടക്കുന്നു. 4,023 കോടി രൂപയാണ് വാട്ടർ അതോറിറ്റി കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക മുടങ്ങിയതോടെ റോഡുകൾ കുത്തിപ്പൊളിക്കാനും പുനഃസ്ഥാപിക്കാനും മറ്റു ജോലികൾക്കും കരാറെടുത്തവർ പണി നിർത്തിവെച്ചു. ഇതാണ് പ്രതിസന്ധിക്ക് കാരണം. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പകുതി വീതം പണം നൽകണമെന്നാണ് വ്യവസ്ഥ. കേന്ദ്രം പണം അനുവദിക്കുന്നില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിമർശനം. എന്നാൽ യഥാസമയം സംസ്ഥാന വിഹിതം അനുവദിച്ച് കൂടുതൽ പണം വാങ്ങിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോയി. ഗ്രാമങ്ങളാണ് നാടിന്റെ കരുത്ത്. ഗ്രാമീണ ജീവിതം ദുരിതത്തിലാക്കി നഗരം ഓടിപിടിപ്പിച്ചിട്ട് എന്തു ഗുണം? പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് പൊതുജനങ്ങൾക്കൊപ്പം നാട്ടുകാർക്കൊപ്പം ഞങ്ങളും അപേക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. റിപ്പോർട്ടർ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ റിപ്പോർട്ടർ TV പ്രേക്ഷകരുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. നഗരഹൃദയങ്ങളിലെ ദേശീയപാതകൾ കണ്ണാടി റോഡുകളായി മാറുമ്പോൾ നമ്മളുടെ ഗ്രാമീണ പാതകൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്നാണ് റിപ്പോർട്ടർ TVയുടെ അന്വേഷണം. ഞങ്ങളുടെ പരിശോധനയിൽ മിക്കയിടങ്ങളിലും ഇതാണ് അവസ്ഥയെന്ന് കണ്ടെത്തി. പൊളിച്ചിട്ടാൽ പോരാ, നന്നാക്കണം സർക്കാർ. ആദിൽ പാലോടും TV പ്രസാദും സിനോജി തോമസും ജെയ്സൺ ചാമവളപ്പിലും ശരത് SS നമുക്കൊപ്പമുണ്ട് തത്സമയം. ആദ്യം ഞാൻ ആദിൽ പാലോടിലേക്ക് പോകുന്നു. എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ആദിൽ പാലോടിലേക്ക് ആദ്യം. ആദിൽ, ഇപ്പോൾ വരുന്ന നമ്മളുടെ ഈ പുതിയ വാർത്തയനുസരിച്ച് 10,000 കിലോമീറ്റർ റോഡുകൾ കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഒരു ഭാഗത്ത് കണ്ണാടി പോലത്തെ ദേശീയപാതകൾ എന്നുള്ള പ്രചരണം നടക്കുമ്പോഴാണ് ഗ്രാമീണ റോഡുകളുടെ ഈ അവസ്ഥ. ആരാണ് ഈ അവസ്ഥയ്ക്ക് കാരണം? ആദിൽ പാലോട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. എല്ലാ വീട്ടിലും വെള്ളം എത്തിക്കുക എന്നതാണ് പദ്ധതി. അതിന്റെ ഭാഗമായാണ് ഗ്രാമീണ റോഡുകൾ, ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ റോഡുകൾ സാധാരണഗതിയിൽ നമ്മൾ അവിടെ പോയി നേരത്തെ റിപ്പോർട്ടിൽ കണ്ട സ്ഥലം പോലെ എല്ലാ റോഡുകളും പഞ്ചായത്ത് പലപ്പോഴും കോൺക്രീറ്റും ഇന്റർലോക്കും ഇട്ട് ഭംഗിയായി സൂക്ഷിക്കുന്ന പതിവാണുള്ളത്. ആ റോഡുകളാണ് ഈ കുത്തിപ്പൊളിക്കുന്നത്. കുത്തിപ്പൊളിച്ചാൽ സമാനമായത് തിരിച്ചു പണിഞ്ഞു കൊടുക്കണം എന്നതാണ് വ്യവസ്ഥ. അതുകൂടി ഉൾപ്പെടുത്തിയാണ് കരാറുകാർക്ക് കരാർ സർക്കാർ നൽകുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് മുന്നിലാണുള്ളത്. വാട്ടർ അതോറിറ്റിയാണ് ജൽജീവൻ മിഷൻ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. അങ്ങനെ കരാറുകാർ കരാർ ഏറ്റെടുത്തെങ്കിൽ ഇവർക്ക് പണം വൈകിയതോടെ ഇവർ പണിയിട്ടിട്ട് പോയി എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്നിവർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ച് കിടക്കുന്നു എന്നുള്ളതാണ്. അത് നരകതുല്യമാണ് യാത്ര എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുത്തനെയുള്ള ചെരുവുകൾ, റോഡുകൾ, എവിടെയൊക്കെ നടക്കാൻ പോലും വീഴുമോ എന്ന പേടിയുണ്ട് ആളുകൾക്ക് എന്നതാണ് നമ്മൾ നേരിട്ട് കണ്ട യാഥാർത്ഥ്യം. ഗ്രാമീണ റോഡുകൾ 10,000 കിലോമീറ്റർ, കൃത്യമായി പറഞ്ഞാൽ 9,900 കിലോമീറ്റർ റോഡാണ് ഈ വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. അരുൺകുമാർ, ഇതിൽ അടിയന്തര പരിഹാരം വേണം. ഇതിന്റെ കാരണക്കാരാരാണ് എന്ന അന്വേഷണവും നമ്മൾ നടത്തിയിരുന്നു. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം, സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ വാദം, കേന്ദ്ര സർക്കാർ കൃത്യമായി പണം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ജൽജീവൻ മിഷൻ പദ്ധതി റോഡ് കുത്തിപ്പൊളിക്കാനും പുനഃസ്ഥാപിക്കാനുമെല്ലാം പകുതി വീതം പണമെടുക്കണം എന്നുള്ളതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലുള്ള വ്യവസ്ഥ. പക്ഷേ കേന്ദ്രം പണം അനുവദിക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. പക്ഷേ സംസ്ഥാന വിഹിതം നൽകാതെ കേന്ദ്രത്തിന്റെ തുക ലാപ്സായി പോകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
നടപ്പാക്കിയിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന വിഹിതം കൂടി ഓരോ ഘടകവും ചെയ്ത് എത്ര വേഗം പണം വാങ്ങിയെടുക്കാൻ കഴിയുമോ അത്ര വേഗം പണം വാങ്ങിയെടുക്കാനുള്ള ഒരു ശുഷ്കാന്തി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് വ്യക്തമാണ്. പല പദ്ധതികളും അങ്ങനെ വൈകുന്ന സാഹചര്യമുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഈ രൂപത്തിലുള്ള പ്രതിസന്ധി സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. അടിയന്തര പരിഹാരം വേണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പല വഴിക്ക് ഇത് പരിഹരിക്കാൻ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്ന പശ്ചാത്തലത്തിൽ പരിഹാരത്തിന് ആലോചിക്കുന്നത്. ഗ്രാമീണ റോഡുകൾ 1 വർഷമായി 2 വർഷമായി പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളുണ്ട്. ഇന്റർലോക്ക് ചെയ്ത റോഡുകളൊക്കെയാണ് നടക്കാൻ പോലും ആകാത്ത സ്ഥിതിയിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളത്. അരുൺകുമാർ.